ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കിച്ചൂസ് കുറുമ്പി. അപ്പോൾ എല്ലാവരെയും നമ്മുടെ ചാനലിലേക്ക് വെൽക്കം ചെയ്യാണ് കേട്ടോ. ഓക്കെ, രാവിലത്തെ വിശേഷങ്ങളായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ചായയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. കട്ടൻ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ ചോറൊക്കെ ഒന്ന് അരിയൊക്കെ ഇട്ട് തിളച്ചപ്പോൾ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചു. പിന്നെ ഞാനിതാ മമ്പയർ തലേദിവസം രാത്രി വെള്ളത്തിലിട്ട് വെച്ചിരുന്നു കേട്ടോ. അത് ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട്, മുളക് പൊടി അങ്ങനെ ഒന്നും ചേർത്തിട്ടില്ല, മമ്പയറിലേക്ക് കുറച്ച് വെള്ളവും പിന്നെ ഉപ്പ് ഇട്ടിട്ട് കുക്കറിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് ചായക്ക് കടി ഉണ്ടാക്കുന്നത് ഒരു കുഞ്ഞ് വെറൈറ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ തലേ ദിവസത്തെ ചോറ് ഈ ഒരു ബൗളിന് 2 ബൗൾ ചോറ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പം നമുക്ക് രാവിലെ പൊറോട്ടയൊക്കെ നമ്മളധികം ചിലപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കും, അല്ലെങ്കിൽ തലേദിവസമൊക്കെ വീട്ടിലുണ്ടാക്കി വെക്കുന്നവരൊക്കെ ഉണ്ടാകും അല്ലേ. അപ്പോൾ രാവിലെ ഇതുപോലെ ഇങ്ങനെ ബാക്കി വരുന്ന ചോറ് ഉപയോഗിച്ച് നമുക്കൊരു പൊറോട്ട ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ചോറൊക്കെ നന്നായിട്ട് അരച്ചെടുത്തു. അതിലേക്ക് 2 ബൗൾ, അതേ പാത്രത്തിൽ തന്നെ ഞാൻ 2 പാത്രം മൈദപ്പൊടിയും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കൂട്ടുകാർക്കൊക്കെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുണ്ടെന്നാണ് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും മറന്നു പോകരുത്. കൂടാതെ എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ മൈദപ്പൊടിയും ചോറും ഒക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. പിന്നെ നമ്മൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ ഒട്ടനുണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കണം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കരുത്, ഓയിൽ. ഓൾറെഡി ചിലപ്പോൾ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണവർ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഒരു തവണ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും ഇതൊരു പൊറോട്ടയുടെ ടേസ്റ്റ് തന്നെയാണ് അതിന് വരുന്നത്. ഞാൻ യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ട് തന്നെയാണ് കേട്ടത് മുമ്പ് ഉണ്ടാക്കി നോക്കിയത്. അന്ന് ഞാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അതിന് വീഡിയോസൊന്നും എടുത്തില്ല, കാരണം നന്നാവുമെന്ന് അറിയില്ലല്ലോ. അപ്പം അന്ന് ഞാൻ കുറച്ചുണ്ടാക്കി നല്ല ടേസ്റ്റ്. കുട്ടികൾ അടുക്കളയ്ക്ക് വന്നപ്പോൾ തന്നെ പറഞ്ഞു, അമ്മ അന്ന് നല്ല പൊറോട്ടേൻ്റെ സ്മെല്ലുണ്ടല്ലോ, ഇന്നിവിടെ ഉണ്ടാക്കിയ പൊറോട്ട എന്നൊക്കെ ചോദിച്ചിട്ടോ. അപ്പോൾ ആ ഒരു ധൈര്യത്തിൽ വെച്ചിട്ടാണ് രണ്ടാമത് ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കൊണ്ട് കേട്ടോ. ഒരു തവണയെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഞാൻ മാവൊക്കെ അവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചു. ആ സമയം കൊണ്ട് കുറച്ച് പരിപാടികളും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കതിലേക്ക് കറിയൊക്കെ വേണമല്ലോ. അപ്പോൾ കഴിഞ്ഞ ദിവസം തലേ ദിവസം തന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ കറി ബാലൻസ് വന്നപ്പോൾ ഞാനത് ആ പാത്രത്തിൽ നിന്ന് ഉരുളിയിൽ നിന്ന് ഒഴിച്ചൊന്നും വെച്ചില്ല കേട്ടോ. രാവിലെ അതിലേക്ക് കുറച്ച് തേങ്ങയൊക്കെ അരച്ചൊഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ആ ചിക്കൻ ഒന്ന് ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഈ തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. തേങ്ങയും കുറച്ച് വലിയ ജീരകവും 2 ചെറിയ ഉള്ളിയും കൂടെയാണ് ചേർത്തത്.
ആദ്യം വിചാരിച്ചു വറുത്തിട്ട് തേങ്ങ ചേർക്കാമെന്ന്. അപ്പോൾ തേങ്ങ വറുത്തരച്ച് കോഴിക്കറി നല്ല ടേസ്റ്റാണെന്നല്ലേ. അപ്പോൾ ഏതായാലും സമയമില്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, പച്ച തേങ്ങ അരച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിലേക്ക് ഞാനൊരു പട്ടയുടെ ചെറിയൊരു ഗ്രാമ്പും പട്ടയൊക്കെ ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. രാവിലെ തന്നെ ആയിട്ട് തണുപ്പുണ്ടല്ലോ അല്ലേ ഇപ്പോൾ. അപ്പോൾ തേങ്ങയ്ക്കൊന്ന് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ അരഞ്ഞ് വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുറച്ച് ചൂടുവെള്ളം കൂടെ ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ. ഇനി ഇത് നമ്മൾ ആ ചിക്കൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്കാണ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ പൊറോട്ടയ്ക്ക് ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ കറി, ചിക്കൻ കറി തന്നെയാണ്. അപ്പോൾ തേങ്ങ വറുക്കാതെ നമ്മൾ അരച്ചാലും ചിക്കൻ കറി ടേസ്റ്റ് തന്നെയായിരിക്കും. തേങ്ങ വറുത്തരച്ചാൽ ഒന്നുകൂടെ ടേസ്റ്റ് ആവും അല്ലേ. അപ്പോൾ രാവിലെ തന്നെ നമ്മളല്ലേ മോൾക്ക് 7:45 പോകാനുള്ളത് കൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് റെഡിയാക്കണം. അല്ലെങ്കിൽ പതുക്കെയാണെന്നുണ്ടെങ്കിൽ തേങ്ങയൊക്കെ വറുത്തെടുക്കാനൊക്കെ സമയമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ തേങ്ങയൊക്കെ അരച്ച് ഒഴിച്ചു. പിന്നെ കുറച്ച് ചൂടുവെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുത്തു കേട്ടോ. പിന്നെ അതിന് മുകളിലേക്ക് നുള്ള മല്ലിയില ചേർത്ത് കൊടുത്തു. ഉപ്പ് എന്നാലും തേങ്ങ ചേർക്കുമ്പോൾ ഉപ്പ് കുറച്ച് കുറവായിരിക്കുമല്ലോ, അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്കതൊന്ന് വറവിട്ട് കൊടുക്കാം. വറവിടണമെന്ന് ആവശ്യമൊന്നുമില്ല കേട്ടോ, കാരണം ഇതിങ്ങനെ തന്നെ ടേസ്റ്റാണ്. വേണമെങ്കിൽ ഒന്നും കൂടെ നമുക്കൊന്നുകൂടെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ചെറിയ ചീനച്ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ചെറിയുള്ളിയും കറിവേപ്പിൻ്റെ ഇലയും ഒരു നുള്ളി ചിക്കൻ മസാലയും കൂടെ ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഈ കറിയിലേക്കാണ്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ചിക്കൻ കറിയൊക്കെ റെഡിയായി. ഞാനതൊരു വേറെ പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റി വെച്ചു കേട്ടോ. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞത് നമ്മൾ മമ്പയർ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതും വെന്തിട്ടുണ്ട്. ഇനി അതൊന്ന് വറവിട്ടെടുക്കണം. അപ്പോൾ ഞാൻ ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടിയാണ് മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഞാനത് വീഡിയോ എടുത്തില്ല തോന്നുന്നു, അതിൻ്റെ ഇടയിൽ മറന്നത് എന്തോന്ന് എനിക്കറിയില്ല. വീഡിയോ പ്ലേ ചെയ്തിട്ടില്ല, അതായത് ഓണായിട്ടില്ല തോന്നുന്നുണ്ട്. പിന്നീട് ഈ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിൻ്റെ ഇലയും ഒന്ന് മൂപ്പിച്ചിട്ട് അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുത്തു. വറ്റൽമുളക് തീർന്നിട്ടുണ്ടായിരുന്നു, പിന്നെ കുരുമുളക് പൊടി ഉണ്ടായിരുന്നില്ല. അപ്പോൾ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വേവിച്ച് വെച്ച മമ്പയറിന് അതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്തു. അത്രേ ചെയ്തുള്ളൂ. പിന്നെ അതവിടെ റെഡിയായി. ആ സമയം കൊണ്ട് ഞാൻ ചോറൊന്ന് വെന്താൻ വേണ്ടി നോക്കാണ്ട്. റേഷൻ അരി ആയതുകൊണ്ട് ഒരുപാട് സമയം വെക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ നോക്കാതിരുന്നാൽ ചിലപ്പോൾ വേവ് കൂടിപ്പോവും. അപ്പോൾ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതും കൂടി ഒന്ന് ഊറ്റിയെടുക്കട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് കട്ടൻ ചായ ആയിട്ടുണ്ട്, ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കറി റെഡി ആയിട്ടുണ്ട്, ചോറായി, ചോറിക്കുള്ള ഒരു ഉപ്പേരി ആയിട്ടുണ്ട്. ഇനി ഇതും കൂടെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞാൻ നമ്മുടെ കടി ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുന്നത് കേട്ടോ. എന്നാൽ പിന്നെ അതിനങ്ങോട്ട് നിന്നാൽ മതിയല്ലോ, ഇതിൻ്റെ ഇടയിൽ കൂടെ ഇതും കൂടെ നോക്കണ്ടല്ലോ വിചാരിച്ചിട്ടാണ്. അപ്പോൾ ചോറും കൂടെ ഒന്ന് ഊറ്റി വയ്ക്കട്ടെ കേട്ടോ. അപ്പം നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള നമ്മളെ മൈദപ്പൊടിയും ചോറൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ കുഴച്ചെടുക്കണ പോലെ ഒന്ന് കുഴച്ചെടുത്താൽ മാത്രം മതി. അപ്പം ഞാനിവിടെ പൊറോട്ടയൊക്കെ നമ്മളിവിടെ ഉണ്ടാക്കുമ്പോൾ മക്കളൊക്കെ ഓരോന്നേ കഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട് ഞാനൊരു 5 എണ്ണത്തിനുള്ള മാവ് എടുത്തിട്ടുള്ളൂ. പക്ഷേ ഞാൻ കുറച്ച് വലുതാക്കിയിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ചെറുതാക്കിയിട്ട് ഉണ്ടാകുകയാണെങ്കിൽ ഈ ഒരു മാവ് ഒരു 8 എണ്ണത്തിനൊക്കെ ഉണ്ടാവും കേട്ടോ.
പക്ഷെ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചില്ല. കാരണം നമ്മുടെ കയ്യിലുള്ള പാനിൽ ഇപ്പോൾ ചിലവരുടെ വീട്ടിലൊക്കെ പൊറോട്ടയുടെ ആ ഒരു പൊറോട്ടക്കല്ല് ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ അതിലൊക്കെയാണ് ചെയ്യണമെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ സാധാ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണ് ഉണ്ടാക്കണമെങ്കിൽ അതിനേക്കാൾ വലുപ്പമായി കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് കുറച്ച് ഈ ബോൾ കുറച്ച് വലുതാക്കിയിട്ടാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 8 എണ്ണത്തിനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുഴപ്പമൊന്നുമില്ല. ഇനി അത് എങ്ങനെ പരത്തണം, സാധാരണ നമ്മൾ ചപ്പാത്തിക്ക് പരത്തിയെടുക്കും പോലെ പരത്തിയെടുത്തിട്ട് പിന്നെ ഇതിന് നമ്മൾ എന്താ പറയുക, 2 സൈഡ് ഇങ്ങനെ മടക്കിയിട്ട് ഒരു സ്ക്വയർ ആക്കിയിട്ട് എടുക്കുകയാണ്. അതായത് 2 സൈഡും ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കും. എന്നിട്ട് പിന്നെ ബാക്കി 2 സൈഡും കൂടെ ഓൾറെഡി 4 സൈഡ് ഇങ്ങനെ മടക്കി വെച്ചെടുക്കും. മടക്കിയിട്ട് നമുക്കിങ്ങനെ കുറച്ച് ഓയിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ മുകളിൽ. അതല്ലെങ്കിൽ ഓയിൽ തേച്ചില്ലെങ്കിലും അങ്ങനെ നിൽക്കും അത്. എന്നിട്ട് വീണ്ടും ഈ 2 സൈഡും കൂടെ മടക്കി കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ ചെയ്തിട്ട് പിന്നെ നമ്മളിതിനെ വീണ്ടും പരത്തിയെടുക്കണം. അപ്പോൾ ഇത് ലാസ്റ്റ് വരുമ്പോൾ അതൊരു സ്ക്വയർ ആയിട്ടായിരിക്കും ഇതിരിക്കുക കേട്ടോ. ഇതിങ്ങനെ ചെയ്യണത് ആ ഒരു ലെയർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി പൊറോട്ട ചുടുമ്പോൾ അറിയാൻ പറ്റും അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ലെയർ വരുന്നതൊക്കെ. മീൻസ് അതിങ്ങനെ എന്താ പറയുക, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. നമ്മൾ ചുട്ടെടുക്കുമ്പോഴേക്കും നന്നായിട്ട് ഇങ്ങനെ പൊങ്ങി വരും കേട്ടോ. നല്ല സോഫ്റ്റാണ് അസൽ പൊറോട്ട. ഇതുപോലെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ അതുപോലെ ഒന്ന് പരത്തി വെക്കട്ടെ കേട്ടോ. ഒരുപാട് സമയമൊന്നും വേണമെന്നില്ല കേട്ടോ. ഞാൻ ഇപ്പോൾ ചെയ്ത പോലെ നമ്മൾ രാവിലെ എന്തായാലും കുറച്ച് പണികളൊക്കെ നമുക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ നേരത്തെ ഇങ്ങനെ ഒരു മാവണ് സെറ്റാക്കി വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ ചെയ്യാൻ നിന്നാൽ അപ്പോഴത്തേക്കും നമുക്ക് ഈ മാവൊന്ന് എന്താ പറയുക സോഫ്റ്റായിട്ട് വരികയും ചെയ്യും. അപ്പോൾ എല്ലാ കാര്യങ്ങളും നടക്കും. പിന്നെ ഒരുപാടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ ഓരോന്നൊക്കെ തന്നെയാണ് ഇവിടെ മക്കൾ തിന്നിയ പൊറോട്ട. ആ ഒരു കണക്ക് വെച്ചിട്ടാണ് ഞാനിങ്ങനെ ഒരു 5 എണ്ണം ഉണ്ടാക്കിയെടുത്തത് കേട്ടോ. അപ്പോൾ ഓക്കെ, ഞാൻ നമ്മുടെ പരത്തലൊക്കെ കഴിഞ്ഞ് പൊറോട്ട ഇങ്ങനെ ചുടാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഉണ്ടാക്കിയത് കുറച്ച് വലുപ്പം കൂടിപ്പോയി. അപ്പോൾ നമ്മുടെ പാനിൽ ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല, കുറച്ചും കൂടി ചെറുതാക്കിയിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇത്ര വലുപ്പം ഉണ്ടായിരുന്നില്ല കേട്ടോ, ചെറുതായിരുന്നേ. അപ്പോൾ ഇതിങ്ങനെ ചുട്ട് വരാൻ തുടങ്ങുമ്പോൾ തന്നെ, ചൂടായി തുടങ്ങുമ്പോൾ തന്നെ ആ ഒരു പൊറോട്ടയുടെ മണം നന്നായിട്ട് നമുക്ക് വരാൻ തുടങ്ങുക. ശരിക്കും പൊറോട്ടയുടെ ആ ടേസ്റ്റ്, കഴിക്കുമ്പോഴും പൊറോട്ട തന്നെ, പൊറോട്ട അല്ലാന്ന് ആരും പറയില്ല. ശരിക്കും നമ്മൾ പൊറോട്ട റൗണ്ടായിട്ടായിട്ട് ഇരിക്കുക, ഇതൊരു സ്ക്വയർ പോലെയാണെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ ലാസ്റ്റ് പൊറോട്ടയൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് എല്ലാ പൊറോട്ടയും കൂടെ വെച്ചിട്ട് അവരിങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് എന്താ പറയുക അടിച്ചെടുക്കുമല്ലോ, അതുപോലെ നമ്മൾ ഇതും കൂടി ചെയ്താൽ ആ ലെയറായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. ലെയറായിട്ട് ഇങ്ങനെ വരും. അതിനാണ് നമ്മളിതിങ്ങനെ സ്ക്വയർ ആക്കിയിട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ജസ്റ്റ് ആ പൊറോട്ട എങ്ങനെയാണോ അതുതന്നെയായിരിക്കും ഇത്. അപ്പോൾ ഒന്ന് എല്ലാവരും ചെയ്ത് നോക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ പൊറോട്ട ചുടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഇങ്ങനെ എല്ലാം കൂടെ വെച്ചിട്ട് നമ്മൾ കൈ വെച്ചൊന്ന് ഇങ്ങനെ അടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ശരിക്കും ആ ലെയർ ഇങ്ങോട്ട് വരും കേട്ടോ നമുക്കതിനകത്തുനിന്ന്. അപ്പോൾ ഒന്നും കൂടെ ഉള്ളു ഇനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. വീഡിയോസ് കാണുമ്പോൾ തന്നെ എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ ഇതുവരെ നമ്മളെ വീഡിയോസൊക്കെ കണ്ട് നമ്മളെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുന്നവരോടും അതുപോലെ തന്നെ കമൻറ്റ് അറിയിക്കുന്നവരോടൊക്കെ ഒരുപാട് താങ്ക്സ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ എല്ലാം റെഡിയായി കഴിഞ്ഞപ്പോൾ പൊറോട്ടയൊക്കെ മേശപ്പുറത്ത് കൊണ്ടുവന്ന് വെച്ചു. മക്കളൊക്കെ എണീറ്റ് വന്നു, അടുക്കളയിൽ വന്ന് നോക്കിയിട്ടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരൊക്കെ പല്ലിയൊക്കെയാണ്. അപ്പോൾ അവർക്കുള്ളതൊക്കെയാണെന്ന് എടുത്ത് വെച്ചിട്ട് പിന്നെ എന്നിട്ട് വേണം അടുക്കളയൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി പോകാൻ. അപ്പോൾ ആ മേശപ്പുറത്തേക്കൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റാണ് ഈ പൊറോട്ട. പിന്നെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിളമ്പി വെക്കുന്നത് ഒരാൾക്ക് തത്തയ്ക്ക് ചൂട് പറ്റിയില്ല. അപ്പോൾ ഞാൻ അവൾക്കുള്ളൊന്ന് വിളമ്പി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതാ വീണ്ടും അടുക്കളയ്ക്ക് വന്നു. അപ്പോൾ ഇനി പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കഴുകി വെച്ചു. ഒരു ചെറിയൊരു തുടയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്തെടുക്കട്ടെ കേട്ടോ. കാരണം പൊറോട്ടയുടെ ആ പൊടിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഓയിലൊക്കെ നമ്മൾ ചേർത്തിട്ടല്ലേ ഉണ്ടാക്കണത്. അപ്പോൾ അവിടെയൊക്കെ ഒരു ഓയിലിൻ്റെ ഇതൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടെ ഞാനിനി ചെറിയൊരു ലോഷനൊക്കെ ഉപയോഗിച്ച് ഒന്നും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ കേട്ടോ അവിടെയൊക്കെ ഒന്ന്.
അപ്പോൾ ഏകദേശം രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ പറഞ്ഞാൽ, അപ്പോൾ അവർ ചായ കുടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ബാക്കിയുള്ള കറിയും പൊറോട്ടയൊക്കെ കൂടെ കൊണ്ടുവന്ന് വെച്ചു കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ അവർ ചായ ചിലപ്പോൾ കുടിക്കും, അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ചായ കുടിച്ചിട്ടില്ല രണ്ടാളും. അപ്പോൾ ഞാൻ ഇവിടെ തന്നെ കൊണ്ടുവന്ന് വെച്ചു കേട്ടോ അടുക്കളയിൽ. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ബാക്കിയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞൊന്ന് കുളി കഴിഞ്ഞിട്ട് ചായ കുടിക്കാനിരിക്കണുള്ളൂ. അപ്പോൾ അതിനിടയിൽ അവരൊക്കെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് രണ്ടാളും റെഡിയാവാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഞാനിവിടെ സിറ്റ് ഔട്ടൊക്കെ ഒന്ന് അടിച്ചുവാരിടുകയാണ് കേട്ടോ. സിറ്റ് ഔട്ട് രാവിലെ വേഗം അടിച്ചു വാരിയിട്ടില്ലെങ്കിൽ ശരിയാവില്ല. ആരെങ്കിലും നമ്മൾ വീട്ടിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് കാണുന്നത് ഭാഗം ഫ്രണ്ടാണല്ലോ അല്ലേ. അപ്പോൾ അവിടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ ശരിയാവില്ല കേട്ടോ. എപ്പോഴും രാത്രി ലൈറ്റൊന്നും നമ്മൾ കിടക്കണ വരെ ലൈറ്റ് ഇട്ട് വയ്ക്കും, പക്ഷെ നല്ലോണം പ്രാണികളുണ്ടാവും സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ചാടി കിടക്കണം. അപ്പോൾ ഈ ഒരു ഭാഗം എപ്പോഴും ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞിട്ട് ബാക്കി പിന്നെ അകത്ത് നമ്മൾ പതുക്കെ അടിച്ച് വരികയാലും ആരും വല്ലാതെ ശ്രദ്ധിക്കൂലല്ലോ. പുറത്തെ ഭാഗം എപ്പോഴും ആളുകൾ വരുന്നത് നമ്മുടെ ഫ്രണ്ടിലേക്കാണല്ലോ അല്ലേ. അപ്പോൾ അവിടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ ശരിയാവില്ലല്ലോ. അപ്പോൾ ഇനി ഇവിടെയൊക്കെ ഒന്ന് അടിച്ചു വരി കഴിഞ്ഞ് പിന്നെ അകത്ത് അടിച്ചു വരാൻ വേണ്ടി പോകണം. അപ്പോൾ ഇതാ ഞങ്ങൾ കിടന്ന റൂമിലെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് നേരെ ഇട്ടു. പിന്നെ തത്തൂസ കിടന്ന റൂമിലെ ബെഡ്ഷീറ്റും ഒക്കെ ഒന്ന് ലെവലാക്കി ഇട്ടു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഇവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ടു. അങ്ങനെ അകത്തെ അടിച്ചു വാരൽ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ ഞാൻ. ഇനിയിപ്പോൾ ഈ മുറ്റം കൂടെ അടിച്ചു വാരിയിട്ട ഇന്നത്തെ രാവിലത്തെ ഏകദേശം ജോലികളൊക്കെ തീർന്നു. പിന്നെ ഉള്ളത് ഇനിയൊരു കുളി അലക്കൽ മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ വൈകുന്നേരത്തേക്ക് നോക്കിയാൽ മതി. മക്കൾ സ്കൂളിട്ട് വരാനാകുമ്പോഴത്തേക്കും വീണ്ടും നമ്മുടെ അടുക്കള പണികൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ, ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.